തലസ്ഥാനത്തെ ഓഷ്യൻ എക്സിബിഷനിലെത്തുന്ന ഓരോരുത്തരിലും കൗതുകവും അത്ഭുതവും നിറച്ച് റോബോ നായ്ക്കുട്ടികൾ. മുംബൈ ആസ്ഥാനമായ യൂണീക്ക് വേൾഡ് റോബോട്ടിക്സ് കമ്പനിയാണ് ഈ കുഞ്ഞു യന്ത്രന്മാരുടെ സൃഷ്ടാക്കൾ. ഹലോ, എൻ്റെ പേര് ആനന്ദ്. ഞാനിവിടെ യൂണീക്ക് വേൾഡ് റോബോട്ടിക്സിൽ പ്രോജക്ട് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ കൊല്ലം എക്സ്പോയിൽ ഞങ്ങൾ റോബോട്ടിക്സിൻ്റെ ഒരു മായ ലോകം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ 2 ഫാൻ ബോട്ടുകളുണ്ട്. അതൊരു ഹ്യൂമണോയിഡ് റോബോട്ടാണ്. അതിനകത്ത് നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ സംസാരിക്കും, നമ്മുടെ ഒപ്പം ഡാൻസ് കളിക്കും, അതൊക്കെ ചെയ്യും. അതിനൊപ്പം തന്നെ വേറെ 4 റോബോട്ടിക്സ് നായക്കുട്ടികളുണ്ട് ഞങ്ങൾക്ക്. അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഷെയ്ക്ക് ഹാൻഡ് തരും, പിന്നെ കൂടി ഡാൻസ് കളിക്കും, നമ്മുടെ പോടും എല്ലാം ചെയ്യും. പിന്നെ വീട്ടിലേക്കുള്ള നമുക്കൊരു സെക്യൂരിറ്റി ക്യാമറയ്ക്കൊക്കെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ മിലിറ്ററി യൂസിനൊക്കെ വേണ്ടി റഷ്യൻ ഗവൺമെൻറ്റും ചൈനീസ് ഗവൺമെൻറ്റൊക്കെ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ബോംബ് ഡിറ്റക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഇതിനെ കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് ഒരു ഇൻഡസ്ട്രിയൽ വെർഷനും കൂടി ഉണ്ട്. അതിനെന്ന് പറഞ്ഞാൽ ഹസാഡിയസ് ഏരിയയിൽ നമുക്ക് മനുഷ്യന്മാർക്ക് അങ്ങോട്ട് അധികം കയറാൻ പറ്റില്ല. അതിന് പകരം നമുക്ക് ഇതിനെ യൂസ് ചെയ്ത് നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാം. വരാനിരിക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെ കാലമാണെന്ന സന്ദേശമാണ് എക്സ്പോ അധികൃതർ നൽകുന്നത്. റോബോട്ടിക് സ്റ്റാളുകളിലേക്ക് കടന്നുവരുന്നവരെ സ്വാഗതം ചെയ്യുന്നത് മനുഷ്യനെ പോലെ സംസാരിക്കാൻ സാധിക്കുന്ന സാൻ റോബോട്ടുകളാണ്. ഈ റോബോട്ടുകളെയും കണ്ട് മുന്നോട്ട് ചെല്ലുന്നവരെ വരവേൽക്കുന്നത് റോബോ നായ്ക്കുട്ടികളാണ്. പ്രദർശനത്തിനെത്തുന്ന കുട്ടികൾക്കൊപ്പം ഓടും, ചാടും, തലകുത്തി മറിയും, ഒറ്റക്കാലിൽ നിൽക്കും, സല്യൂട്ടും, ഷെയ്ക്ക് ഹാൻഡും തുടങ്ങി ഒരു വെടിക്കുള്ള എല്ലാ സംവിധാനങ്ങളും റോബോ നായ്ക്കുട്ടികളിലുണ്ട്. മൂന്ന് കാറ്റഗറിയിലുള്ളവയാണ് പ്രദർശനത്തിന് എത്തിച്ചിരിക്കുന്നത്. എഐയുടെയും സെൻസറുകളുടെയും സഹായത്തോടെയാണ് മനുഷ്യ സ്പർശം ഇവ തിരിച്ചറിയുന്നത്. വിദേശ രാജ്യങ്ങളിൽ കുട്ടികളുടെ ഉറ്റ കളിത്തോഴനാണ് ഈ റോബോ നായ്ക്കുട്ടികൾ. ഇവയ്ക്ക് പുറമെ നിർദ്ദേശം നൽകിയാൽ ചിത്രം വരയ്ക്കുന്നവയും നോട്ട്സ് എഴുതി തരുന്ന റോബോട്ടുകളും പ്രദർശനത്തിന് എത്തിച്ചിട്ടുണ്ട്.